ശ്രീരാമന്റെ മക്കളിൽ ഒരാൾ പുല്ലിൽ നിന്ന് ജനിച്ചതാണെന്നുള്ളൊരു നാടോടി കഥ കേട്ടിട്ടുണ്ടോ? രാമായണത്തിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തുമ്പോൾ അശ്വത്തെ പിടിച്ചുകെട്ടാൻ ധൈര്യം കാണിച്ച കുട്ടികളാണ് ലവനും കുശനും. ശ്രീരാമന്റെയും സീതാദേവിയുടെയും മക്കൾ. ശ്രീരാമന്റെ സഹോദരന്മാരായ ശത്രുഘ്നൻ, ലക്ഷ്മണൻ എന്നിവർ ഒരുതി നോക്കിയിട്ടും ലവകുശന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ ശ്രീരാമന്റെ മക്കളാണെന്ന സത്യം അറിയാതെയാണ് ലവകുശന്മാർ അവരോട് പോരാടിയത്. ശ്രീരാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചതിനു ശേഷം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് സീത ഇവർക്ക് ജന്മം നൽകിയതും ഇവരെ വളർത്തിയതും. വാൽമീകി മഹർഷിയാണ് ഇവർക്ക് വിദ്യാഭ്യാസവും ആയുധവിദ്യകളും നൽകിയത്. ഒടുവിൽ വാൽമീകി മഹർഷി പറഞ്ഞപ്പോഴാണ് കുട്ടികൾ യാഗാശ്വത്തെ അഴിച്ചുവിട്ടത്. വാൽമീകി മഹർഷി രചിച്ച മൂലരാമായണ പ്രകാരം ലവനും കുശനും ശ്രീരാമന്റെയും സീതാദേവിയുടെയും ഇരട്ട കുട്ടികളാണ്. വാൽമീകി ആശ്രമത്തിൽ വെച്ച് സീത സാധാരണ നിലയിൽ ഇരട്ടകൾക്ക് ജന്മം നൽകിയെന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ നാടോടി കഥകളിലും പ്രാദേശിക പുരാണങ്ങളിലും ജനപ്രിയമായ മറ്റൊരു കഥയുണ്ട്. ആ കഥയനുസരിച്ച് സീതയ്ക്ക് ആദ്യം ലവൻ എന്നൊരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സീത കുളിക്കാൻ പുഴയിലേക്ക് പോകുമ്പോൾ കുട്ടിയെ ഏൽപ്പിച്ചിരുന്നത് വാൽമീകി മഹർഷിയായിരുന്നു. എന്നാൽ ഒരു ദിവസം പോകുന്ന വഴിക്ക് സീത കുഞ്ഞിനെയും തനിക്കൊപ്പം കൂട്ടി. ധ്യാനത്തിലായിരുന്ന വാൽമീകി ഇതറിഞ്ഞില്ല. പിന്നീട് ആശ്രമത്തിൽ കുഞ്ഞിനെ കാണാതായപ്പോൾ വന്യമൃഗങ്ങൾ പിടിച്ചതാകാമെന്ന് കരുതിയ മഹർഷി സീതയുടെ സങ്കടം കാണാൻ കഴിയാതെ ഒരു ദർഭപ്പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് ഒരു കുഞ്ഞാക്കി മാറ്റി ജീവൻ നൽകി. ഈ കുഞ്ഞാണ് കുശൻ. പുല്ലിൽ നിന്നുണ്ടായതുകൊണ്ട് കുശൻ എന്ന പേര് ലഭിച്ചു. പിന്നീട് സീത തിരികെ വന്നപ്പോൾ അവർക്ക് 2 കുട്ടികളായി.